പെയിനിന്റെ മുൻപില് ബ്രേക്കപ്പിന്റെ ഒന്നുമല്ല. അതാണ് ബിട്രയൽ പെയിൻ. ഈ വഞ്ചന ലവില് മാത്രം ഉണ്ടാകുന്നതല്ല. നമ്മൾ ആരെയൊക്കെയാണോ കൂടുതൽ ട്രസ്റ്റ് ചെയ്യുന്നത് അവരെന്നെ നമ്മളെ ഹേർട്ട് ചെയ്യുമ്പോൾ അത് നമ്മളെ ഡീപ്പായിട്ട് എഫക്ട് ചെയ്യാണ് ചെയ്യുന്നത്. ഒരുപാട് വർഷം നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന നമ്മുടെ ക്ലോസ് ഫ്രണ്ട് നമ്മളെ ബാക്ക് സ്റ്റാബ് ചെയ്യുമ്പോൾ, അതുപോലെ തന്നെ നമ്മുടെ ഓൺ ഫാമിലി മെമ്പർ നമ്മളെ ഡിസപ്പോയിന്റ് ആക്കുമ്പോൾ, അതുപോലെ നിങ്ങൾ ഏറ്റവും കൂടുതൽ വിശ്വസിച്ച ആ ഒരാൾ തന്നെ നിങ്ങളോട് നുണ പറയുമ്പോൾ നമുക്ക് ആ ഒരു വ്യക്തിനെ അല്ല അവിടെ നഷ്ടപ്പെടുന്നത്, അവരോടുണ്ടായിരുന്ന ആ ട്രസ്റ്റ് ആണ് അവിടെ നഷ്ടപ്പെടുന്നത്. അതും കൂടി തകർന്നു പോകുമ്പോൾ ചെറിയൊരു വിഷയം കൂടി നമുക്ക് വലിയൊരു ഡേഞ്ചർ ആയിട്ട് തോന്നും. ഇത് ഓവർ റിയാക്ഷൻ അല്ല. നിങ്ങളുടെ ബ്രെയിന് നിങ്ങളുടെ മൈൻഡിനെ ഫ്യൂച്ചർ പെയിനിൽ നിന്നും പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുകയാണ്. സൈക്കോളജിക്കലി ഇറ്റ് ഹിറ്റ്സ് യുവർ സെൽഫ് വർത്ത്. ഒരാളിനെ വിശ്വസിക്കുന്നതിനെക്കാട്ടിലും അപ്പുറം നിങ്ങൾക്ക് തന്നെ നിങ്ങളോടുള്ള വിശ്വാസമാണ് ഇവിടെ ഇല്ലാണ്ടാകുന്നത്. ബിക്കോസ് യുവർ ബ്രെയിൻ സ്റ്റാർട്ട് തിങ്കിങ് ഞാൻ ട്രസ്റ്റ് ചെയ്യുന്നതാണ് പ്രോബ്ലം എന്ന്. ഇതാണ് ബിട്രയലിന്റെ മോസ്റ്റ് ഡേഞ്ചറസ് പാർട്ട്. ഇത് നിങ്ങളുടെ ഐഡന്റിറ്റിനെയാണ് കൺഫ്യൂസ് ചെയ്യുന്നത്. കാരണം നിങ്ങൾ മെല്ലെ മെല്ലെ എല്ലാരും വിശ്വസിക്കുന്നത് നിർത്തും. നിങ്ങളെ